തലശ്ശേരി പുന്നോൽ പെട്ടിപ്പാലത്ത് 2 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. നിയന്ത്രണം വിട്ട ബസ്സുകൾ തമ്മിൽ ശക്തമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ തലശ്ശേരിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ പുന്നോൽ പെട്ടിപ്പാലത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച് ഇരു ബസ്സിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 73 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇന്ന് ഉച്ചയ്ക്ക് 12:45ഓടെയായിരുന്നു കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന എംപറർ ഗംഗോത്രി ബസ്സും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലയൺ ബസ്സും പെട്ടിപ്പാലത്തിന് മുകളിൽ കൂട്ടിയിടിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനായി അമിത വേഗതയിൽ ദിശ തെറ്റി ഓടിയ ലയൺ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെയെത്തിയ എംപറർ ബസ്സിന് നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു. ഡ്രൈവർമാർ ക്യാബിനിൽ കുടുങ്ങി. ഇരു ബസ്സുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. പലർക്കും തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്കേറ്റത്. ഭീകര ശബ്ദവും കൂട്ടനിലവിളിയും കേട്ട് പരിസരവാസികളും തത്സമയം ദേശീയപാതയിലൂടെ ഓടിയ മറ്റു വാഹനങ്ങളിലുള്ളവരും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂമാഹി പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആംബുലൻസുകളിലും നാട്ടുകാരുടെ വാഹനങ്ങളിലും തലശ്ശേരിയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. തലശ്ശേരി ജനറൽ ആശുപത്രി, കോപ്പറേറ്റീവ് ആശുപത്രി, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അമിതവേഗവും അപകടകരമായ ഓവർടേക്കുമാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അപകട വിവരമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, COT ഷെബീർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ, വിവിധ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ആശുപത്രികളിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. അങ്ങനെയാണ് ഞാൻ ബസ്സിന്റെ ബാക്ക് സീറ്റിലായിരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ കൂട്ടിയിടിച്ചാണ് ബസ്സുകൾ. അപ്പോൾ പിന്നെ തല അടിച്ചു. പിന്നെ കമിൾ വെട്ടും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപകടം ബസ്സുകൾ കൂട്ടിയിടിച്ചാണ്. ബസ് വേഗത, പക്ഷെ അത്ര വലിയൊരു വേഗത ഒന്നുമില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല. അത് ഒരു പെട്ടെന്നായിരുന്നു. എൻ്റെ പേര് ഉദയകുമാർ, വടകരയാണ്. അത്ര വലിയ സ്പീഡില്ല, ഒരു സ്പീഡുണ്ട്. അത്ര ഓവർ സ്പീഡ് പറയാനില്ല.